നിങ്ങളെ ഞാൻ ഒരു കാര്യം പറയട്ടെ, പക്ഷേ ഇത് നിങ്ങൾ അന്ന് അടച്ചപ്പോൾ പണ്ടിട്ട് പോയ പോക്കാം. നമ്മൾ സംസാരിക്കല്ലേ നിങ്ങൾ മനസ്സിലാക്കട്ടെ. ഇവിടെ ഞാൻ ലോകത്തെമ്പാണ് വണ്ടി കൊടുക്കുന്നത്. ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങിയ ഈ പള്ളിയുടെ ഇപ്പുറത്ത് ഇനിയുണ്ട്, ഇവിടെ ഒരു ബമ്പുണ്ട്. അപ്പൊ ഇവിടെ ബമ്പിൽ കയറിയിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് വരുന്ന വണ്ടി വരുന്നുണ്ടോ നോക്കി പോയാൽ നമ്മൾ അവിടെ നിന്ന് വണ്ടി ഫ്രീ ആയിട്ട് തുറന്നു തുടങ്ങി. ഇത്രയും വണ്ടി എടുക്കാനുണ്ട്. നിങ്ങൾ നെടുമ്പാശ്ശേരി പോയി നോക്ക്, ഒരു വണ്ടിയില്ല. നമ്മൾ അത് ഇത്രയും വണ്ടി റഷ് ചെയ്യുന്നത് എന്താ പറയുക, അച്ഛന്മാരെ ഇത്രയും വണ്ടി റഷ് ചെയ്യുന്നത് അവിടെ കിടക്കുന്നതുകൊണ്ടാണ്. മറ്റിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അല്ല, അവരത് വർക്കൗട്ട് ചെയ്യട്ടെ. ഇവിടെ തുറന്നു കൊടുത്താലേ നോക്കിട്ട് ഈ ഏരിയയിൽ ചെയ്തോട്ടെ. നമുക്ക് പിന്നെ നടന്നില്ല, ഈ ഏരിയ ചെയ്തോ. സ്റ്റോറേജ് ഏരിയ വെച്ച് വെക്കാൻ വേണ്ടി ഇവിടെ കാണാൻ തുറന്നു കൊടുത്താൽ ഒരു സ്ലാബിന്റെ അറ്റം റൗണ്ട് ആയിട്ട് ആ ടേപ്പത്തിന്റെ അവിടെ നിന്ന് ഈ ഏരിയ ഇവിടെ വരെയുള്ള സ്ഥലത്ത് ഇവർ ഇഷ്ടമുള്ളവർക്ക് ചെയ്തോട്ടെ. വരും, നമുക്ക് വിരോധമില്ല. പൊക്കത്തിന്ന് പിന്നെ അങ്ങോട്ട് താഴ്ചയാണ്. ആ പൊക്കത്തിൽ ഈ ഏരിയയില് ഇവിടെ പിന്നെ മാത്രമല്ല ലോറി കയറ്റമായിട്ട് ആ പാഞ്ഞു വരുത്തുമില്ല. അപ്പൊ ആ സ്പേസിൽ നിങ്ങൾ ഇഷ്ടമുള്ളിടത്ത് നിങ്ങൾ ചെയ്തോ, നമുക്ക് പരാതിയില്ല, കുഴപ്പമില്ല. അതെ, അതിന്റെ ഇടയ്ക്ക് എവിടെയാന്ന് ചെയ്തത് നിങ്ങൾ, നമുക്ക് അതിനകത്ത് പരാതിയില്ല. എല്ലാ പ്രശ്നം കുഴപ്പമില്ല. അപ്പൊ അതുവരെ അല്ല അപ്പൊ അതുവരെ പഴയ സ്ഥിതിയിൽ സിഗ്നൽ കൊടുക്കണം. ഇപ്പൊ ഇത് ആക്കുന്നോണ്ട് ഇതായി കഴിയുമ്പോൾ നമുക്ക് പഴയ രീതിയിൽ ഇത് മാറ്റാം. നമുക്ക് പഴയ രീതിയിൽ സിഗ്നൽ ഇട്ട് കൊടുക്കുക. അപ്പൊ കുരിക്ക് എത്ര ഉണ്ടെന്ന് അപ്പൊ ഒന്നുകൂടെ മനസ്സിലാക്കും. ഇപ്പൊ ഇടാത്തോണ്ടല്ലോ കുഴപ്പമില്ലേ, പഴയ രീതിയിൽ ഇട്ട് കൊടുക്കുക. പൊട്ടിക്കുന്നവരെ ഇവരെ കൊണ്ട് പൊട്ടിക്കണം. എന്നിട്ട് ഇത് പൊട്ടിച്ച് റെഡി ആക്കിയുമ്പോൾ മാറ്റാം. നമുക്ക് അവർ കവല ചെയ്താൽ ഇവരെ കൊണ്ട് പൊട്ടിക്കണം. അത് പൊങ്ങിക്കളയരുത്. ഒരു JCB ആണ് അറേഞ്ച് കൊടുത്താൽ അപ്പൊ മറ്റേത് അതുവരെ പൂർവ്വസ്ഥിതിയിലാക്കുക. പിടിച്ചിട്ട് JCB ഉണ്ടെങ്കിൽ തുറക്കാം. അവര് പേരെന്തുവാ പറഞ്ഞു, അത് പറഞ്ഞു. പേരെന്തുവാ മനസ്സിലായി. കാരണം ഇവിടുത്തെ RTO ആണ് എറണാകുളം. അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് RTO കേൾക്കണം. ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലം പോലും ആ പെട്രോൾ പമ്പിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ നീല കളർ, നീല ബോർഡല്ലേ. ഇത് കയറ്റമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ലോറിയൊക്കെ പതുക്കെ കയറി വരത്തുള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങുന്ന ആളിന് എളുപ്പമുണ്ട്. ഇവിടെ ഒരു വണ്ടി പോകാനുള്ള വഴി വെട്ടി തുറന്നു കൊടുക്കണം. ഈ സാധനം ഇപ്പൊ നിൽക്കുന്ന സാധനം ഇത് പൊട്ടിച്ചിട്ട് അവിടെ അതിന് ഇതിനും ഇടയ്ക്ക് ഈ പള്ളി കഴിഞ്ഞിട്ട് അതിനും ഇടയ്ക്കായിട്ട് അപ്പൊ വരുന്നവർക്ക് ഇവിടെ നിർത്തിയിട്ട് അവിടെ നിന്ന് വണ്ടി വരുന്നുണ്ടോ കാണാൻ പറ്റും. ഈ നിങ്ങൾ മനസ്സിലാകുന്നില്ല, ഈ വരുന്ന റഷ് ലൈറ്റ് ഉള്ളത് കൊണ്ടാണ്. ഫ്രീ ആയിട്ട് ലെഫ്റ്റ് വിട്ട് കഴിഞ്ഞാൽ നേരെ ഒന്നും കാണൂല ഇവിടെ. വെക്കാം, അല്ല ഇത് ഓപ്പൺ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അങ്ങോട്ട് പിന്നെ വണ്ടി പോകില്ല. ആ ലൈറ്റ് ആശ്രയിച്ച് മാത്രമേ അപ്പുറത്ത് ക്രോസ് ചെയ്യാൻ പറ്റൂ. ഇതാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഡ്രൈവർ ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പൊ അവിടുന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കിയിട്ട് എളുപ്പം. അല്ല ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോ അത് വണ്ടി ആയിന്ന് പിന്നെ അവിടെ ബ്ലോക്ക് ഉണ്ടാവില്ല. പിന്നെ ഈ ലാസ്റ്റ് ട്രാക്കിൽ ഒരു ബ്ലോക്ക് ഉണ്ട്. തൃശ്ശൂർ പാലക്കാട് ഭാഗത്ത് ഒരു വണ്ടി ഇവിടെ കിടക്കില്ല. നെടുമ്പാശ്ശേരിയിൽ അങ്ങനെ ചെയ്തത് ഒരു വണ്ടിയില്ല. എയർപോർട്ട് തിരിയാനുള്ള നിങ്ങൾ പോയി നോക്കി, എയർപോർട്ട് തിരിയാനുള്ള വണ്ടി മാത്രമേ ഉള്ളൂ. ഇത് ഓപ്പൺ ചെയ്തു എവിടെയാണെന്ന് പിടിച്ചോണം. നമ്പർ വായിച്ചോണേ. നാളെ മറ്റന്നാൾ വിളിക്കാം. അപ്പൊ സിഗ്നലുകാരെ വിളിച്ചിട്ട് നമുക്ക് കേട്ടോ, നാളെ മറ്റന്നാൾ വിളിക്കാം. ഇവിടെ റോഡ് അടച്ചു എന്നൊരു പരാതിയായിരുന്നു. ഇവിടെ അടയ്ക്കും, പക്ഷെ അപ്പുറത്ത് തുറക്കും. നമ്മൾ സ്ഥലം കാണിച്ചു കൊടുക്കുന്നുണ്ട്. 2 ദിവസം അവിടെ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ക്ലോസ് ചെയ്യും. എന്നിട്ട് നെടുമ്പാശ്ശേരി ചെയ്തതുപോലെ ലെഫ്റ്റ് ഫ്രീ കൊടുക്കും. ഇത്രയും വണ്ടി വരുന്നു. തൽക്കാലം
ടൂറിസ്റ്റിന് സന്തോഷം. അച്ചോ താങ്ക് യു കേട്ടോ. ഇവരെല്ലാം വലിയ കൺസേൺ ആയിരുന്നു. ഞങ്ങളുടെ കരയാമ്പറമ്പിന്റെ ഭാഗത്തുനിന്ന് കരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള എല്ലാവിധ നന്ദി. നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് മന്ത്രി ഇപ്പൊ സാധിച്ചു തന്നിട്ടുള്ളത്. ഇവിടെയുള്ള ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഇതുമായി. അപ്പൊ ഞങ്ങളിപ്പോ മന്ത്രി കണ്ടിട്ടുണ്ടാവും, പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങോട്ടാണ് കിടക്കുന്നത്. ഇവിടെയുള്ളവരെ മിനിമം 6 പ്രാവശ്യം ഒരു ദിവസം അങ്ങോട്ട് പോകണം. വേറെ 6 പ്രാവശ്യമെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് പോകണം. ഈ ലൈറ്റ് നമ്മൾ വണ്ടിയെല്ലാം എല്ലാം കുറവായിട്ട് നമുക്ക് തോന്നുന്നു. കാരണം ഇത് ഓപ്പൺ ചെയ്യാൻ അടച്ചതിന്റെ വിഷയത്തിൽ സംസ്കാര ചടങ്ങിന് പോലും ബോഡി വിടാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പള്ളിയിലെ ആളുകൾ അപ്പുറത്തുണ്ട്, ആ പള്ളിയിലെ ആളുകൾ ഇപ്പുറത്തുണ്ട്. കാരണം ഒരെണ്ണം ഇറച്ചി ഒരെണ്ണം ഈ ബോഡിയൊക്കെ കൊണ്ടുപോകണമെങ്കിൽ പിന്നെ തിരുനാളിന്റെ അതെ എന്നിട്ട് ബോഡിയുടെ ആണ്. ഇവിടെ പക്ഷികള് അവര് നല്ല രീതിയുണ്ട്, നല്ല രീതിയുള്ള സ്ഥലമാണ്. വീഡിയോ ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ അവരെടുത്തോളൂ, അവിടെ കൊടുത്താൽ ഇവിടെയൊക്കെ മീഡിയ നല്ല വിട്ടുണ്ട്. ഇവിടെ വേറെ ഗുണം കൂടെ ഉണ്ട്. ഇവിടെ കയറി കുറച്ച് ഒരു പമ്പ്, അതുകൊണ്ട് എന്തായാലും ഇവിടെ ഒരു സ്പീഡ് കുറയും. ഇവിടെ കാണാൻ പൊട്ടിക്കാതെ ഇവിടെ പമ്പ് ഇല്ല. ഇവിടെ ഹമ്പുണ്ട്. ഈ ഹമ്പിന്റെ പുറത്ത് കയറുമ്പോ ഒന്ന് സ്ലോ ഇവിടെയൊക്കെ മീഡിയ നല്ല വിത്തുണ്ട്. നമുക്ക് ഇവിടെ നമ്മൾ അന്ന് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്തു. ഇവിടെ ഒരു കാര്യം നമ്മൾ പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ടൊരു നടപടി ഉണ്ടായി. നടപടി ഉണ്ടായി എന്ന് പറയുന്നത്, നമ്മൾ ഈ സർവീസ് റോഡിന് ഇങ്ങോട്ടുള്ള ഒരു എൻട്രി ഉണ്ട്. അപ്പൊ ആ സർവീസ് റോഡിൽ നിന്നുള്ളൊരു എൻട്രി നമ്മളത് അന്ന് എൻഎച്ചുകാരുമായിട്ട് എൻഎച്ചുകാർ തോന്നിട്ടുണ്ടോ അല്ലോ? ആ അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞത് എൻഎച്ചിന്റെ ആളുകൾ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എൻഎച്ചിന്റെ ആളുകൾ ഉണ്ടോ? ആരാ ആ നമ്മൾ പറഞ്ഞത്, നമ്മളൊരു ഓപ്പണിങ് അവിടെ വേറെ ഓരോ ഓപ്പണിങ് ചെയ്തിട്ട് ഇവിടെ ബ്ലോക്ക് ചെയ്യാന്നാ പറഞ്ഞത്. പക്ഷെ വേറെ ഓപ്പണിങ് ആവാണ്ട് തന്നെ ഇവിടെ ബ്ലോക്ക് ചെയ്തപ്പോ ഇവിടെ ബ്ലോക്ക് ചെയ്യാണ്. ഇവിടെ നമ്മളിത് മുഴുവൻ അടയ്ക്കാതെ ചാലക്കുടി ചെയ്ത കണക്ക് ഇവിടെ മുഴുവൻ അടയ്ക്കാതെ അവിടെ തുറന്നു കൊടുത്താൽ എങ്ങനെ? എവിടെ തുറക്കാൻ? ഇവിടെ തുറന്നു കൊടുത്താൽ അവിടെ തുറക്കുന്നതിന് ഇവിടെ തന്നെ പോകാൻ അന്വേഷിച്ചാൽ അടയ്ക്കായിരുന്നത് മൊത്തം അടയ്ക്കായിരുന്ന പോലെ. അല്ലാന്ന് ഇപ്പൊ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടികൾക്ക് പോകാൻ വേറെ വഴിയില്ല. അല്ലെങ്കിൽ അങ്ങ് കറുകുറ്റി പോണെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2 കിലോമീറ്റർ അപ്പൊ അവരവിടെ തുറന്നാൽ കുഴപ്പമില്ല. നിങ്ങൾ അവിടെ തുറന്നു കൊടുക്കാത്തുണ്ട്. നിങ്ങൾ പേരെന്താ? മനസ്സിലാകാതെ എളവൂർ കവലയിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നാണ്. എളവൂർ കവലയിലെ ഓപ്പണിംഗ് അന്ന് ആക്സിഡന്റ് ആയിട്ടാണ് നമ്മൾ അന്ന് ക്ലോസ് ചെയ്തത്. ക്ലോസ് ചെയ്യാൻ നേരത്തെ അന്നേ പറഞ്ഞൊരു കാര്യമുണ്ട്, അതിനോട് തൊട്ട്, കാരണം അത് നേരെ ക്രോസിംഗ് ആണ്. അതായത് സർവീസ് റൂട്ടിൽ നിന്ന് വേറൊരു PWD റൂട്ടിൽ നിന്ന് നേരെ വെർട്ടിക്കൽ ക്രോസിംഗ് ആണ് ഹൈവേയിൽ. അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞു അത് അടച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ പകരം അവിടെ ഒരു ഓപ്പണിംഗ് അപ്പുറത്ത് മാറി ഒരു ഓപ്പണിംഗ് ആക്കി തരണം അന്ന് പറഞ്ഞു. അത് ചെയ്തിട്ടില്ല. അത് വടക്കേന്ത്യ ഇവിടെ കേരളത്തിലെ മുതൽ കാസർഗോഡ് വരെ ഒരു നഗരമാണ്. സിറ്റിക്കകത്ത് ഹൈവേ പോകുന്നില്ല. അപ്പൊ നമുക്ക് നമുക്കിപ്പോ ഒരു കാര്യം ചെയ്താൽ നമ്മള് സിഗ്നലിന്റെ എണ്ണം കുറയ്ക്കാനാണ് നോക്കുന്നത്. കാരണം ഇപ്പം നെടുമ്പാശ്ശേരിയിൽ ഒരു ബ്ലോക്ക് ഇല്ല. കാരണം ഇത് നേരെ വിട്ടിരിക്കുകയാണ്. കാരണം ഇത് നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ബ്ലോക്ക് വരത്തില്ല. ഇപ്പൊ അങ്ങോട്ട് ആലുവയെന്ന് നോക്കി ഇവിടെ മുതൽ അങ്ങ് ആലുവ വരെ കിടപ്പുണ്ട്. അല്ല ഇവിടുന്ന് റൈറ്റ് ടേൺ എന്തായാലും ഒരു മിനിറ്റ്, ഇവിടുന്നുള്ള റൈറ്റ് ടേൺ എന്തായാലും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. അവിടെ റൈറ്റ് ടേൺ കിട്ടിയേ തീരുള്ളൂ. അവിടെ റൈറ്റ് ടേൺ ഉണ്ട് താനും. അതുണ്ട്. ആ റൈറ്റ് ടേണില് 2 വരിയിൽ വണ്ടി വന്ന് കിടന്ന് റൈറ്റ് ടേൺ 2 വരിയിൽ വണ്ടി അങ്ങോട്ട് പോകാം. ഈ തൃശ്ശൂർ ഭാഗത്തേക്ക് വണ്ടി ഈ ലാസ്റ്റ് ട്രാക്കിൽ കൂടെ അങ്ങനെ സ്ട്രെയിറ്റ് പോവാം. നെടുമ്പാശ്ശേരിയിൽ അങ്ങനെ ഒരു കുരുക്കും ഇല്ല. ആ നെടുമ്പാശ്ശേരിക്ക് പോകാനുള്ള വണ്ടികളെല്ലാം ഒരു വണ്ടിയില്ല അവിടെ.
അത് അതുപോലെ പിന്നെ ആലുവയില് മാർത്താണ്ട പാലം ഉണ്ടല്ലോ, പാലം കഴിഞ്ഞ് പറവൂർ കവലയില് ഇടത്തോട്ട് പോകാൻ നല്ല സൗകര്യം ചെയ്ത് കൊടുത്തിട്ട് ഇടത്തോട്ട് മേളിൽ മുമ്പോട്ട് വരാനുള്ള വണ്ടി മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരിടത്ത് കുരുങ്ങാതെ കാരണം കിടക്കും. നമുക്ക് വേറെ ഇവിടെ തർക്കമൊന്നുമില്ല, തർക്കം ഇത്രേ ഉള്ളൂ. നമുക്ക് അത് ഈ ഇവിടുന്നുള്ള ഈ സിഗ്നൽ പൂർവ്വസ്ഥിതിയിലാക്കണം. നിങ്ങൾ അവിടെ ഓപ്പണിംഗ് ആക്കിയാൽ അപ്പം നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. നിങ്ങൾ വരും, നമുക്ക് സ്ഥലം നിങ്ങൾ കൺവീനിയന്റ് ആയിട്ടുള്ള സ്ഥലം ഉണ്ട്. ഞാനും മനോജ് സാറേ ഒരുമിച്ച് കുറെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ ഏറ്റവും വയബിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം, ഇവിടെ വല്ലാർപാടത്തുള്ള റൗണ്ട് ബോട്ട് ഇവിടെ സ്ഥാപിക്കാനുള്ള ഇഷ്ടം പോലെ സ്പേസ് അതുണ്ടായ ഇതൊന്നും വേണ്ടി ഹൈവേയിലെ റൗണ്ട് ഹൈവേയിലെ റൗണ്ട് ബോട്ടൊക്കെ കേരളത്തിന് വെളിയിൽ എല്ലാവർക്കും റൗണ്ട് ബോട്ട് അവിടെ ലൈറ്റും ഉണ്ട്, ദുബായിലൊക്കെ ലൈറ്റും ഉണ്ട്. ഞാൻ ചെയ്യാം. ഡൽഹിയിലൊക്കെ ബന്ധമുള്ള ആളാണ് പറഞ്ഞു. രാത്രി വന്നിട്ട് ഇവരിവിടെ രാത്രി മറവില് നമ്മള് രണ്ട് പള്ളിന്റെ പുളിയനം അല്ല, ഇവിടെ അതുപോലെ ട്രാഫിക് ഉള്ള ഒരു സ്ഥലമാണ്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് എവിടെയാണ് തുറക്കേണ്ടത് കാണിച്ചത്, അവൻ തുറന്നു കൊടുക്കുക. നിങ്ങൾ തുറക്കാൻ ഒരു സ്ഥലം നിങ്ങൾ ഓപ്പൺ ചെയ്ത് തന്നാൽ ഇതിവിടെ അടയ്ക്കുന്നതിന് നമ്മൾ agree ചെയ്യാം. പ്രാക്ടിക്കലായിട്ട് വന്ന് കറക്റ്റല്ലേ? കേറാൻ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്ത് ഇളവൂർ കവല ഇവിടെ വീതി കിട്ടില്ല. അങ്ങോട്ട് പോകാനോ ഇവിടെ വീതി കിട്ടൂല. അതെ വെർട്ടിക്കലായിട്ട് കയറുന്ന സ്ഥലമാവില്ല. ഞാൻ പറഞ്ഞ അവര് അല്ല ഇവര് തന്നെ ഒരു കാര്യം ചെയ്തോട്ടെ, അവര് തന്നെ അതിനൊരു ഓപ്പണിംഗ് എവിടെയാണെന്നുള്ളത് അവർ ഐഡന്റിഫൈ ചെയ്ത് തന്നോട്ടെ. അത് ഓപ്പണിംഗ് ആക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ അടയ്ക്കാം. ഞാനിവിടെ വരാം, നമുക്ക് കണ്ടിട്ടൊക്കെ ഇന്ന സ്ഥലം ഓപ്പണിംഗ് തീരുമാനിച്ചിട്ട് അതുവരെ നടക്കത്തില്ല. അതുവരെ നമ്മൾക്ക് പഴയ സ്ഥിതി തുടരണം. അങ്ങോട്ടുള്ള ബ്ലോക്കാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അത് അങ്കമാലി അതവിടെ പരിഹരിക്കാം, അതവിടെ സംസാരിക്കാം, അവിടെ പോയി സംസാരിക്കും. അതവിടെ സംസാരിക്കാം. ഇതിപ്പോ ഇവിടുത്തെ അത് പറയാം, അത് പഴയ രീതിയിലാക്കണം. ഇവിടെ കിട്ടാൻ സ്ഥലം കുറവാണ്. ഇവിടെ മീഡിയയിൽ കിട്ടിയില്ല അപകടം കൂടത്തേ കാരണം പ്രധാനമായിട്ട് ആളുകൾ പെട്ടെന്ന് ചെയ്യുന്ന വ്യക്തിയാണ് അങ്ങോട്ട് മാറ്റി MLA പറഞ്ഞത് ഈ ഹൈവേയിലോട്ട് ഇങ്ങനെ വന്ന് കയറിയാൽ അപകടം ഉറപ്പാണ്. അതുകൊണ്ട് അവരത് അടച്ചത്. അതിന് പകരം ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇങ്ങനെ വന്ന് കയറത്തക്ക രീതി ഇങ്ങനെ കയറിയാൽ ഇവരെ അങ്ങോട്ട് പോയി യൂട്ടേൺ എടുത്ത് വരാനേ പറ്റുള്ളൂ. നമ്മള് കുറിച്ച് നടക്കാൻ പറ്റില്ല. നമുക്ക് കറൂറ്റിയില് ഓപ്പണിംഗ് ഉണ്ടല്ലോ, കറൂറ്റിയിൽ ഓപ്പണിംഗ് ഉള്ളതുപോലെ ഒരു ഓപ്പണിംഗ് ആക്കി തന്നാൽ മതി. ഇവിടെ എവിടെയാന്ന് ഒരു ഓപ്പണിംഗ് തന്നാൽ അതനുസരിച്ച് നമുക്ക് ഇവിടെ കുഴപ്പമില്ല. അത്രേ ഉള്ളൂ. തുറക്കണം അല്ലാണ്ട് നടപടിയില്ലല്ലോ. വളവാണ്, ഭയങ്കര ഇറക്കവും വളവാണ്. അവിടെ പോസ്റ്റ് 5 പേര് മരിച്ചിട്ടുണ്ട്. ഇത് പോകുന്നുണ്ട് കോട്ടയിൽ ഇറങ്ങുന്നത് ഒരു പുതിയ അവിടെ ഇപ്പൊ ക്യാമറ വെക്കാൻ പോകും. ആ ക്യാമറയിൽ കാണാൻ പറ്റും വണ്ടിയാണ്. ആ ക്യാമറ 4 വണ്ടി വന്നു കഴിയുമ്പോൾ അവിടെ വച്ചേക്കും. ഇവിടെ ഷോപ്പ് പോയി ആ 4 വണ്ടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ക്യാമറ തന്നെ സെൻസ് ചെയ്തിട്ട് ഇവിടെ പച്ച കൊടുക്കും. വഴി പച്ച കൂടുതൽ സമയം കിടക്കും. ഇവിടെ മൊത്തം അടച്ചിട്ട് ഈ ലെഫ്റ്റിൽ മൊത്തം വിട്ടാൽ ഈ വണ്ടി ഇതുപോലെ കിടക്കത്തില്ല. നമ്മൾ നിർത്തി വിടുന്നതുകൊണ്ടാണ് ഇത്രയും വണ്ടി പോകുന്നത്. ഒറ്റയടിക്ക് പോവുകയാണെങ്കിൽ അത് ഒന്നാം രീതിയിലുള്ള വലിയ വണ്ടി ഏറ്റവും കൂടെ പെട്ടെന്ന് കാറിന് മാത്രമേ പാഞ്ഞു പോകാൻ വേറെ ഒരു വണ്ടി വണ്ടികൾ അവിടെ വന്ന് സ്റ്റക്കാവും. അതങ്ങോട്ട് മാറ്റി വെച്ചു. അത് മാറ്റിക്കേ, ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ മാറ്റിക്കേ. അപ്പൊ പ്രസിഡന്റ് അവിടെ നമുക്കൊരു ബൈക്ക് എടുക്കാം. ആ വഴി നമ്മൾ ബ്ലോക്ക് ആക്കണ്ട, അങ്ങോട്ട് മാറി നിന്നാൽ വണ്ടികൾ വെക്കുള്ളൂ. ഓ